ഇതെന്നാ ചേട്ടത്തിന്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് കാണുന്നേ? അവളെ പറിച്ചു വെച്ച പോലെയാ നമ്മുടെ റോയ്. ഇല്ലടാ, ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം 60 ഏക്കറോളം വരുന്ന ഔസേപ്പിന്റെ തോട്ടം. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന ഔസേപ്പിന്റെ വീട്ടിൽ. നീ എങ്ങനെയാണ് പണിക്കൊന്നും പോയി ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പനെ ഊറ്റിയിട്ട് അത് പോകട്ടെ. എനിക്കേ നല്ല മാന്യമായ ജോലി ഉണ്ട് കേട്ടോ. സാറേ, നാളെയും കാണുകയില്ല. എനിക്കൊന്ന് വീട് വരെ പോണായിരുന്നു. ആ വർഗീസ് ചേട്ടന്റെ മോളുടെ പുറകെ നടക്കാനുള്ള കാശെങ്കിലും കിട്ടുവാടാ. എന്റെ അച്ചോ, എന്തിനാ ഈ ഓഡിറ്റോറിയത്തിൽ AC? ഒരു 5-6 ഫാൻ മേടിച്ചിട്ടാ പോരെ? എന്റെ പൊന്ന് സാറേ, നിങ്ങൾ എന്നെ എഴുതി പിടിച്ചിടരുത്. നിങ്ങളും ആ നായരും തമ്മിലാ ഇടപാട്. സ്റ്റോർ റൂമിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. എന്നെ കണ്ടതും ആരോ അതിൽ നിന്നിറങ്ങി ഓടി. ഞാൻ പുറകെ. ഞാൻ ധന്യ, പോലീസിൽ നിന്ന്. But I hope you understand the gravity of the situation, Dhanya. അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ പോയി കളക്ടറെ ഒന്ന് കണ്ടു നോക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുക്കും. ഉണ്ടാക്കും. നീ മാത്രമല്ല ഇവിടെ പോലീസുകാരനായിട്ടുള്ളത് കേട്ടോ. ഒരു 2 ആഴ്ച കൂടി തൽക്കാലം ഞാൻ പറഞ്ഞു നിർത്താം. നിന്റെ അപ്പം വിചാരിച്ച ഈ പ്രശ്നം പുഷ്പം പോലെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. താനെ ഞങ്ങളെ പേടിപ്പിക്കാം. എത്ര ഉണ്ടോ? കുറച്ചുണ്ടപ്പാ. താൻ എന്നോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞു. അവിടെ നിന്നും മേടിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള കൂടെ അവിടെ കാണിച്ചാൽ മതി. നിയമം നോക്കാനുള്ള പോലീസ് ഉണ്ട്. ആരെക്കടാ ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ചേട്ടാ. നീ കേസ് നടത്തി എന്നെ അണ്ണാക്കി കയറ്റിക്കളെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. അനിയനല്ല, മകനായിരുന്നു. അതെനിക്ക് ഉറപ്പാണ്. ഇനി വേണ്ടത് എവിഡൻസ് ആണ്.